വെൽക്കം ബാക്ക് ടു ഈസി ഇംഗ്ലീഷ്. +2 ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്കിലെ ദിദി എന്ന ലെസനാണ് ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഷഹീൻ മിസ്ട്രി ആണ് ഇത് എഴുതിയിട്ടുള്ളത്. ഇവരുടെ ഒരു പേഴ്സണൽ സ്റ്റോറിയാണത്. അപ്പോൾ 2 പാർട്സ് ആയിട്ടാണ് ഈ ലെസൺ അപ്ലോഡ് ചെയ്യുന്നത്. പാർട്ട് 1 വീഡിയോ ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പാർട്ട് 2 വീഡിയോ കൂടെ കാണുക. അതിലുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും കൊടുക്കുന്നുണ്ട്. നമ്മൾ തൊട്ട് മുമ്പത്തെ ലെസണിൽ 3 വീൽഡ് റെവല്യൂഷനിൽ പഠിച്ച പോലെ തന്നെ ഇതിലും ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചാണ് പറയുന്നത്. അപ്പോൾ ഒരു സോഷ്യൽ കോഴ്സുള്ള ഓൺട്രപ്രണർഷിപ്പിനെ കുറിച്ചിട്ട്. അപ്പോൾ ഷഹീൻ മിസ്ട്രിയെ കുറിച്ചിട്ടൊരു ചെറിയ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ടെന്ന് വായിക്കാം. ഷഹീൻ മിസ്ട്രി ഈസ് എൻ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റ് ആൻഡ് എഡ്യൂക്കേറ്റർ. അപ്പോൾ അവരൊരു എഡ്യൂക്കേറ്റർ ആയിരുന്നു, അതുപോലെ തന്നെ ടീച്ചറായിരുന്നു, അതുപോലെ തന്നെ ഇന്ത്യൻ സോഷ്യൽ ആക്ടിവിസ്റ്റുമായിരുന്നു. ഷീ ഈസ് എ ഫൗണ്ടർ ഓഫ് ദ ആകാംക്ഷ ഫൗണ്ടേഷൻ, an Indian educational initiative in Mumbai and Pune, and is also the CEO of Teach for India since 2008. അപ്പോൾ ഷഹീൻ മിസ്ട്രി ആകാംക്ഷ ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറാണ്. മാത്രമല്ല ഇവരെന്താണ് CEO ടീച്ച് ഫോർ ഇന്ത്യയുടെ CEO ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസറാണ് 2008 മുതൽ. ഇനി ഷഹീൻ മിസ്ട്രി വാസ് ബോൺ ഇൻ മുംബൈ, ഇന്ത്യ. ഷീ ഹാഡ് an international upbringing and grew up in various countries including Lebanon, Greece, Saudi Arabia, Indonesia and the United States as she moved countries with her father, a senior banker with Citigroup. അപ്പോൾ മുംബൈയിലാണ് ഷഹീൻ മിസ്ട്രി, ഇന്ത്യയിൽ മുംബൈയിലാണ് അവർ ജനിച്ചത് മുംബൈയിലാണെങ്കിലും ഒരു ഇൻ്റർനാഷണൽ അപ്ബ്രിങ്ങിങ് ആണ് ഉണ്ടായിട്ടുള്ളത്. കാരണം വ്യത്യസ്തമായ രാജ്യങ്ങളിലൂടെ പഠിച്ചിട്ടാണ് അവർ വളർന്നത്. അപ്പോൾ ലെബനൻ, ഗ്രീസ്, സൗദി അറേബ്യ, ഇന്തോനേഷ്യ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഇവിടെ എല്ലാം അവർ പഠിച്ചിട്ടുണ്ട്. കാരണം ഇവരുടെ ഫാദർ സിറ്റി ഗ്രൂപ്പിലെ ഒരു ബാങ്കറായിരുന്നു, സീനിയർ ബാങ്കറായിരുന്നു. അപ്പോൾ സിറ്റി ഗ്രൂപ്പ് എന്താണ്? an American multinational banking and financial service corporation in New York City. അപ്പോൾ സിറ്റി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ന്യൂയോർക്ക് സിറ്റിയിലെ ഒരു അമേരിക്കൻ മൾട്ടിനാഷണൽ ബാങ്ക് ആൻഡ് ഫിനാൻസ് സർവീസസ് കോർപ്പറേഷനാണ്. അപ്പോൾ അവരുടെ സർവീസിൻ്റെ അവിടെ ഉള്ള സർവീസിൻ്റെ ഭാഗമായിക്കൊണ്ട് ഷഹീൻ മിസ്ട്രിയുടെ ഫാദർ എന്താണ്, ആ ജോലി ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ വ്യത്യസ്ത രാജ്യങ്ങളിൽ പോകുമ്പോൾ ഷഹീൻ മിസ്ട്രിയും പോവും, കുടുംബം ഒപ്പം പോവുകയാണ്. അപ്പോൾ അവൾക്ക് ഒരു ഇൻ്റർനാഷണൽ എഡ്യൂക്കേഷനാണ്, പല രാജ്യങ്ങളിലെ വിദ്യാഭ്യാസം അവർക്കറിയാം. അപ്പോൾ അതിലൂടെയൊക്കെ അവൾ കടന്നു പോയിട്ടുണ്ട്. ഇന്ത്യയിലായിരുന്നില്ല അവർ പഠിച്ചതൊന്നും. ആഫ്റ്റർ അറ്റൻഡിങ് ബോർഡിംഗ് സ്കൂൾ ഇൻ കണക്റ്റിക്കറ്റ് ഷീ മൂവ്ഡ് ടു ഇന്ത്യ ഫോർ ഹയർ എഡ്യൂക്കേഷൻ. കണക്റ്റിക്കറ്റ് എന്ന് പറഞ്ഞാൽ നോർത്ത് ഈസ്റ്റേൺ US ഒരു സ്റ്റേറ്റാണ്. ഇത് US ഒരു സ്റ്റേറ്റാണ്. അപ്പോൾ അവിടെ ബോർഡിംഗ് സ്കൂളിൽ ഇവൾ പഠിച്ചിട്ടുണ്ട്. അതിനുശേഷം ഇന്ത്യയിലേക്ക് അവർ വന്നു ഹയർ എഡ്യൂക്കേഷന് വേണ്ടിയിട്ട്. ഷീ ഗ്രാജുവേറ്റഡ് വിത്ത് എ BS ഡിഗ്രി ഇൻ സോഷ്യോളജി ഫ്രം സെൻറ്റ് സേവിയേഴ്സ് കോളേജ്, യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈ. യൂണിവേഴ്സിറ്റി ഓഫ് മുംബൈയുടെ കീഴിലുള്ള സെൻറ്റ് സേവിയേഴ്സ് കോളേജിൽ വെച്ചിട്ടാണ് അവർ സോഷ്യോളജിയുടെ ഡിഗ്രി എടുത്തത്. ശേഷം ലേറ്റർ ഒബ്റ്റെയിൻഡ് എ മാസ്റ്റേഴ്സ് ഇൻ എഡ്യൂക്കേഷൻ ഫ്രം ദ യൂണിവേഴ്സിറ്റി ഓഫ് മാഞ്ചസ്റ്റർ. പക്ഷെ പുറത്ത് വീണ്ടും പോയി പോസ്റ്റ് ഗ്രാജുവേഷന്. മാസ്റ്റർ ഡിഗ്രി എന്ന് പറഞ്ഞാൽ പോസ്റ്റ് ഗ്രാജുവേഷൻ അവർ പുറത്ത് പോയി മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലാണ്, ഇംഗ്ലണ്ടിലെ മാഞ്ചസ്റ്റർ യൂണിവേഴ്സിറ്റിയിലാണ് പഠിച്ചത്. ബിഫോർ ലോഞ്ചിങ് ദ ആകാംക്ഷ ഫൗണ്ടേഷൻ, ഷഹീൻസ് ഇൻട്രസ്റ്റ് ഇൻ ചിൽഡ്രൻസ് എഡ്യൂക്കേഷൻ ലെഡ് ഹെർ ടു volunteer ആസ് എ ടീച്ചർ ഇൻ diverse ഓർഗനൈസേഷൻസ് ഇൻ മുംബൈ such as the Happy Home and School for the Blind and the EAR School for the Hearing Impaired. അപ്പോൾ ആകാംക്ഷ ഫൗണ്ടേഷൻ ആരംഭിച്ചതിന് ശേഷം ഷഹീൻ മിസ്ട്രിക്ക് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത്, പ്രത്യേകിച്ച് ബാക്ക്വേർഡായ കുട്ടികൾക്ക്, സോഷ്യലി ബാക്ക്വേർഡായ, ഇക്കണോമിക്കലി ബാക്ക്വേർഡായ കുട്ടികൾക്ക് എഡ്യൂക്കേഷൻ കൊടുക്കുന്നത് പ്രത്യേക താല്പര്യമുണ്ടായി. അതുകൊണ്ട് തന്നെ ഇന്ത്യയിലെ പല ഓർഗനൈസേഷനും കീഴിൽ അവർ ക്ലാസ്സുകൾ എടുത്തു കൊടുത്തിരുന്നതാണ്. അപ്പോൾ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്, EAR സ്കൂൾ എന്ന് പറഞ്ഞാൽ ഹിയറിംഗ് ഇമ്പയർഡ് ആയിട്ടുള്ള കുട്ടികൾക്ക്. ഹിയറിംഗ് ഇമ്പയർഡ് എന്ന് പറഞ്ഞാൽ ഒന്നുകിൽ പാർഷ്യലി കേൾക്കാൻ കഴിയില്ല, അല്ലെങ്കിൽ കംപ്ലീറ്റ്ലി കേൾക്കാൻ കഴിയില്ല, അങ്ങനത്തെ കുട്ടികൾ, കേൾവിക്ക് തകരാറുള്ള കുട്ടികൾക്ക് ഉള്ള സ്കൂൾ. അപ്പോൾ ഇത്തരം കുട്ടികൾക്കുള്ള സ്കൂൾക്കൊക്കെ എന്താണ് ഇവർ വോളണ്ടിയർ ആയിട്ട് തന്നെ ടീച്ചറായിട്ടുണ്ട്. വോളണ്ടിയർ എന്ന് പറയുമ്പോൾ അവിടെ സാമ്പത്തികമായിട്ടൊരു താല്പര്യമില്ലാതെ ഒരു സർവീസ് എന്നുള്ള രീതിയിൽ ഇവരൊക്കെ ഒരുപാട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇവരുടെ ഓൺട്രപ്രണർഷിപ്പ് ഒരു സോഷ്യൽ കോഴ്സ് ഉള്ളതാണ് എന്ന് നമുക്ക് ഇവിടെ തന്നെ മനസ്സിലാക്കാം.
അപ്പോൾ നമുക്ക് നേരെ ലെസണിലേക്ക് വരാം. ദിദി ദിദി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം ഹിന്ദിയിൽ ചേച്ചി എന്നാണ് അർത്ഥം. അപ്പോൾ ഷഹീൻ മിസ്ട്രിയെ കുട്ടികൾ വിളിച്ച പേരാണ്, അങ്ങനെ സ്നേഹത്തോടെ വിളിക്കുകയാണ് ദിദി എന്നുള്ളത്. അപ്പോൾ ഏറ്റവും മുകളിൽ കൊടുത്തിരിക്കുന്നത് വായിക്കാണ്. ദർ ആർ പീപ്പിൾ ഹു ആർ ഡെയറിങ് ഇനഫ് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ് ടു പെർസ്യൂ ദെയർ ഡ്രീംസ്. സ്വപ്നങ്ങളെ പെർസ്യൂ ചെയ്യാൻ, അവരുടെ പിന്നാലെ പോകാൻ, ഫോളോ ചെയ്യാൻ ഏത് എക്സ്റ്റെൻറ്റ് വരെ കടന്നു പോകുന്ന അത്രയും ധൈര്യത്തിൽ. കാരണം നമുക്കറിയാം നമ്മൾ ഡ്രീംസിനെ ചേസ് ചെയ്യാന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല. കാരണം ഒരുപാട് എതിർപ്പുണ്ടാവും, വീട്ടുകാരുടെ ഇടയിൽ നിന്ന് നാട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ എതിർപ്പുണ്ടാവും. നമുക്ക് ആഗ്രഹിച്ച ജോലി ചെയ്യാൻ പലപ്പോഴും കഴിഞ്ഞോളന്നില്ല, വീട്ടുകാർ നിർബന്ധിക്കുന്ന ജോലിക്ക് പല ആൾക്കാരും പോവാം. അപ്പോൾ അങ്ങനത്തെ ആൾക്കാരും ഉണ്ട്, സ്വന്തം ഡ്രീംസിനെ പെർസ്യൂ ചെയ്തുകൊണ്ട് അതിന് പിന്നാലെ പോയി ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ. അപ്പോൾ അതാണ് പറഞ്ഞത്, ദർ ആർ പീപ്പിൾ ഹു ആർ ഡയറിങ്, അവരതിനുള്ള ധൈര്യമുണ്ട് അവർക്ക്, ഇനഫ് ടു ഗോ ടു എനി എക്സ്റ്റെൻറ്റ്, ഏതറ്റം വരെ അവർ പോകും, ടു പെർസ്യൂ ദർ ഡ്രീംസ്. ഫോർ ദം സക്സസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് മണി ഓർ പോപ്പുലാരിറ്റി. അപ്പോൾ വിജയം, സക്സസ് എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം കുറേ പൈസ ഉണ്ടാക്കുക, പോപ്പുലർ ആവുക, ഫെയിം ഉണ്ടാവുക, ഫേമസ് ആവുക, ഇതൊന്നും മാത്രമല്ല. ഇറ്റ്സ് സംതിങ് ബിയോണ്ട് ദീസ്. പണത്തിനും പ്രശസ്തിക്കും അപ്പുറം മറ്റു പലതുമാണ് അവർക്ക് സക്സസ് എന്ന് പറഞ്ഞാൽ ഇത്തരക്കാരായ ആൾക്കാർക്ക്. മെനി യങ് പീപ്പിൾ ആർ ഇൻ ടു സോഷ്യൽ എൻ്റർപ്രൈസസ് വിച്ച് ഡിമാൻഡ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. വളരെ ചെറുപ്പക്കാരായ ഒരുപാട് പേര് സോഷ്യൽ എൻ്റർപ്രൈസ്, സാമൂഹ്യ ഒരു സംരംഭകത്വത്തിലേക്കൊക്കെ അവർ പോകുന്നുണ്ട്. എങ്ങനത്തെ വിച്ച് ഡിമാൻഡ് എ ലോട്ട് ഓഫ് കമ്മിറ്റ്മെൻറ്റ് ആൻഡ് ഹാർഡ് വർക്ക്. ഒരുപാട് കമ്മിറ്റ്മെൻറ്റ്, അർപ്പണബോധവും അതുപോലെ തന്നെ ഹാർഡ് വർക്കും കഠിനാധ്വാനമൊക്കെ ആവശ്യമുള്ള ഇത്തരം ജോലികളിലേക്ക് ഒരുപാട് യങ് ആൾക്കാർ പോകുന്നുണ്ട്. ദ റീച്ച് ഔട്ട് ടു ദ കമ്മ്യൂണിറ്റി ഇൻ ദെയർ ഓൺ വേ ആൻഡ് ട്രൈ ടു മേക്ക് എ ഡിഫറൻസ്. അവരെന്താണ് ഈ സമൂഹത്തിൻ്റെ പല മേഖലകളിലുള്ള ആൾക്കാരിലേക്ക് എത്തിച്ചേർന്ന് അവരുടെ ഒരു വ്യത്യസ്തമായ ഒരു അനുഭവം അവർക്കുണ്ടാക്കുന്നു, വ്യത്യസ്തത കൊണ്ടുവരുന്നു. അതായത് ഒരു താഴേ നിലയിലുള്ള ആൾക്കാർക്ക് അവരെന്താണ് എന്നും ഒരേ കടയിൽ താഴേക്കടയിൽ മാത്രം പോവുക, ആ ഒരു അവസ്ഥ മാറ്റിക്കൊണ്ട് അവരിലൊരു പുതുമ, അവർക്ക് കൂടുതൽ അവസരങ്ങൾ അവർ ഉണ്ടാക്കി കൊടുക്കുന്നു. ഇപ്പോൾ ഷഹീൻ മിസ്റ്ററൊക്കെ ഇതിൽപ്പെട്ട ഒരാളാണ്. ഫോർ ദം സക്സസ് മീൻസ് ഹാപ്പിനെസ് ഫോർ ദംസെൽവ്സ് ആൻഡ് ഫോർ അതേഴ്സ്. അപ്പോൾ ഇത്തരക്കാരെ സംബന്ധിച്ചിടത്തോളം വിജയം എന്ന് പറഞ്ഞാൽ സന്തോഷമാണ്, തങ്ങൾക്കും അതുപോലെ മറ്റുള്ളവർക്കും കൂടി ഒരുമിച്ച് സന്തോഷം കിട്ടുമ്പോഴാണ് യഥാർത്ഥത്തിൽ സക്സസ്. അതാണ് അവരെ സംബന്ധിച്ചിടത്തോളം. The following extract is the true story of a girl as narrated by her. Read on. അപ്പോൾ താഴെ പറയുന്ന കഥ ഒരു യഥാർത്ഥ കഥ തന്നെയാണ്, അപ്പോൾ നോൺ ഫിക്ഷൻ ആണ് എന്നർത്ഥം. ഓക്കെ, അത് അവർ തന്നെ നേരേറ്റ് ചെയ്യുന്നതാണ്. ഷഹീൻ മിസ്റ്റർ തന്നെയാണ് ഇവിടെ നേരേറ്റ് ചെയ്യുന്നത്, സ്പീക്കർ. അപ്പോൾ ആദ്യം ഒരു കവിതയുടെ ഭാഗം കൊടുത്തിട്ടുണ്ട്, അപ്പോൾ നമുക്കൊന്ന് വായിക്കാം. I reached to touch a rainbow today. I reached up high, so high, and yet as high as I reached up, I couldn't touch the sky. I'll reach to touch a rainbow again. I'll reach up higher than high. And if I reach up high enough, I just may skim the sky. കഠിനാധ്വാനം ചെയ്യുക, വീണ്ടും വീണ്ടും ശ്രമിക്കുക. ഇതിനെക്കുറിച്ചൊക്കെയാണ് ഈ കവിതയെ പറയുന്നത്. I reached to touch a rainbow today. ഞാനിത് റെയിൻബോ ടച്ച് ചെയ്യാൻ വേണ്ടി അതാണ് ഉയർന്നു, അല്ലെങ്കിൽ ഞാൻ ശ്രമിച്ചു. I reached up high, so high. And yet as I reached up, I could not touch the sky. ഞാൻ ഒരുപാട് ഉയർന്നു നിന്നിട്ടും എനിക്ക് സ്കൈ ടച്ച് ചെയ്യാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഡ്രീമാണത്. I'll reach to touch a rainbow again. എന്നിട്ട് ഞാൻ റെയിൻബോ ടച്ച് ചെയ്യാൻ വീണ്ടും ശ്രമിക്കണം. ഓക്കെ, I'll reach up higher than high. And if I reach up high enough, I just may skim the sky. അപ്പോൾ ഞാൻ ഉയരത്തിൽ പോവുകയാണെങ്കിൽ സ്കൈയിലൂടെ ഞാൻ സ്കിം ചെയ്യും. സ്കിം ചെയ്യുന്ന പറഞ്ഞാൽ സ്ലൈഡ് ചെയ്ത് ഇങ്ങനെ മൂവ് ചെയ്തുകൊണ്ട് പോകും. ഡ്രീമാണ്. അപ്പോൾ ഡ്രീം ഞാൻ എൻ്റെ ഡ്രീംസ് സഫലമാക്കാൻ ഞാൻ പരിശ്രമിച്ചു കൊണ്ടേയിരിക്കും എന്നാണ് ഈ കവിതയിലൂടെ നമുക്ക് മനസ്സിലാവുന്നത്. നമുക്ക് നോക്കാം, ലെസണിലേക്ക് വരാം. ഷഹീൻ മിസ്റ്റർ പറയാണ്, I remember sitting on the wide veranda of our Indonesian home, writing little poems and notes in a carefully guarded diary. ഇവർ പറയാണ്, ഞാൻ ഓർക്കുന്നു, സിറ്റിംഗ് ഓൺ ദ വൈഡ് വെരാന്ത ഓഫ് അവർ ഇന്തോനേഷ്യൻ ഹോം. ഇന്തോനേഷ്യയിൽ ഇപ്പോൾ പറയുന്നുണ്ട്, ജക്കാർത്ത എന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, കുറച്ച് നെക്സ്റ്റ് പാരഗ്രാഫിൽ വരും. ജക്കാർത്ത ഇന്തോനേഷ്യയുടെ ക്യാപിറ്റലാണ്. അപ്പോൾ ഇന്തോനേഷ്യയിൽ ഹോമിൽ, വീട്ടിൽ ഞങ്ങൾ ഇങ്ങനെ ഇന്തോനേഷ്യയിലെ വീട്ടിൽ ഞങ്ങൾ ഇരിക്കുകയാണ്, വെരാന്തയിൽ ഇരിക്കുകയാണ് ഞാൻ. റൈറ്റിംഗ് ലിറ്റിൽ പോംസ്, ചെറിയ കവിതകൾ എഴുതുന്നുണ്ട്. ആൻഡ് നോട്ട്സ് ഇൻ എ കെയർഫുള്ളി ഗാർഡഡ് ഡയറി. കെയർഫുള്ളി ഗാർഡഡ്, സൂക്ഷിച്ച് സൂക്ഷ്മമായിട്ട് എന്താ പറയുക, അതിനെങ്ങനെ
താലോലിച്ച് കൊണ്ടുപോകുന്ന ഡയറി. അങ്ങനെയല്ലോ ചില ചെറിയ കുട്ടികളാകുമ്പോൾ പുസ്തകങ്ങളൊക്കെ വളരെ കുറച്ച് ചെറുതല്ല, കുറച്ചൊക്കെ ഒരു വലിയ പക്വത എത്തി കഴിഞ്ഞാൽ ചെറിയ കുട്ടികളാണെങ്കിൽ എന്താണ് അവരുടെ ഡയറിയും ഇതൊക്കെ വളരെ കെയർഫുള്ളായിട്ട് അവരിങ്ങനെ കീപ്പ് ചെയ്യും. അപ്പോൾ അങ്ങനെ കെയർഫുള്ളായി ഗാർഡ് ചെയ്ത ഡയറിയിൽ ഞാൻ ചെറിയ കവിതകളും നോട്ട്സൊക്കെ എഴുതുമായിരുന്നു. I would sit and watch little ants carry large loads. അപ്പം ഞാനിങ്ങനെ നോക്കുമ്പോൾ എന്താണ് ചെറിയ കുട്ടിക്കാലത്ത് ഓർമ്മകളാണ്. ആൻസ്, എറുമ്പുകൾ വലിയ ലോഡ് ഇങ്ങനെ കൊണ്ടുപോകുന്നത് കാണും. ഡിറ്റർമൈൻഡ് ടു ഗെറ്റ് ടു ദെയർ ഡെസ്റ്റിനേഷൻ ആ ഒരു അവിടെ ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞാൽ അവർ എവിടെയൊക്കെയാണ് പോകുന്നത്, അവരുടെ ടാർഗറ്റ് അതാണ്. അപ്പോൾ ആ ഡെസ്റ്റിനേഷനിലേക്ക് എത്താൻ വേണ്ടിയിട്ട് എന്താണ് വളരെ ദൃഢനിശ്ചയമുള്ളവരായിട്ട് ആ ഉറുമ്പുകൾ കാണപ്പെട്ടു. വാട്ട് വാസ് മൈ ഡെസ്റ്റിനി? ഇനി എൻ്റെ ഡെസ്റ്റിനി, എൻ്റെ ഫെയ്റ്റ്, എൻ്റെ വിധി എന്താണ്? ഐ വാസ് ഓൾറെഡി 12 years old. എനിക്ക് ഓൾറെഡി 12 വയസ്സ് പ്രായമായി. ബട്ട് വാട്ട് ഹാഡ് ഐ അച്ചീവ്ഡ്? ഞാൻ ഇതുവരെ എന്താണ് നേടിയിട്ടുള്ളത്? നോക്ക്, വെറും 12 വയസ്സ് മാത്രം പ്രായമുള്ള സമയത്ത് ഷഹീൻ മിസ്ട്രി ചിന്തിച്ച കാര്യങ്ങളാണ്. ഈ ഉറുമ്പുകൾ ഇങ്ങനെ അരിമണിയും കൊണ്ട് അവർ കഠിനാധ്വാനം ചെയ്ത് അവരുടെ ഡെസ്റ്റിനേഷനിലേക്ക് പോകാൻ ദൃഢനിശ്ചയമുള്ളവരായിട്ട് ഇങ്ങനെ പോവാണ്. അപ്പോൾ ഷഹീൻ മിസ്ട്രി ചിന്തിക്കുന്നത് എനിക്കിപ്പോൾ 12 വയസ്സായി, എന്താണ് എൻ്റെ ഡെസ്റ്റിനി, എന്താണ് എൻ്റെ ഭാവി, ഞാൻ ഇവിടെ എത്തും. ഇത്രയും ചെറിയ പ്രായത്തിൽ തന്നെ എന്താണ് ഭാവിയെക്കുറിച്ചൊക്കെ വളരെ നന്നായിട്ട് ചിന്തിക്കുകയാണ്. നമ്മളൊക്കെ എന്താണ് 12 വയസ്സിലൊക്കെ ചിന്തിക്കുക, സിനിമ, അതിലെ ക്രിക്കറ്റ്, ഫുട്ബോൾ, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് അല്ലേ. പക്ഷേ ഈ കുട്ടി എന്താണ് ചിന്തിക്കുന്നത്? തൻ്റെ ഭാവിയെക്കുറിച്ചൊക്കെ ചിന്തിക്കുകയാണ്. അപ്പോൾ ആ വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഈ ഗ്രേറ്റ് പീപ്പിളായ ആൾക്കാർക്കൊക്കെ എന്താണ് വലിയ ചിന്തകളായിരിക്കും ഉണ്ടാവുക. അപ്പോൾ സെക്കൻഡ് പാരഗ്രാഫ് നോക്കാം. ഇറ്റ് വാസ് 1983, 1983 വി ലിവ്ഡ് ഇൻ ജക്കാർത്ത. നേരത്തെ ഞാൻ പറഞ്ഞു ജക്കാർത്ത ക്യാപിറ്റൽ ഓഫ് ഇന്തോനേഷ്യയാണ് ജക്കാർത്ത. ഞങ്ങൾ ജക്കാർത്തയിലായിരുന്നു താമസിച്ചിരുന്നത്. ഇൻ എ ലവ്ലി വൈറ്റ് കൊളോണിയൽ ഹോം. നല്ല ലവ്ലി എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുള്ളായ വൈറ്റ്, നല്ല വെള്ള നിറത്തിലുള്ള കൊളോണിയൽ ഹോം. അതൊരു എന്താണ് ആർക്കിടെക്ചറിൻ്റെ സ്റ്റൈലാണ് കൊളോണിയൽ ഹോം എന്ന് പറഞ്ഞാൽ. US-ലേക്ക് നിങ്ങൾക്കറിയാലോ, യൂറോപ്യൻസ് കൂടിയൊരു പാർട്ട് തന്നെയാണല്ലോ അമേരിക്കയിൽ. അപ്പോൾ ഈ അമേരിക്കയിലേക്കൊക്കെ എന്താണ് ആ ഒരു യൂറോപ്യൻസിൻ്റെ പല കൊളോണിയൽ കാലത്ത്, അപ്പോൾ കൊളോണിയലിസം ശക്തി പ്രാപിച്ച സമയത്ത് അവിടെ ഉണ്ടായിരുന്നൊരു മോഡലാണ്, പിന്നെ നമ്മുടെ വീടിൻ്റെ ഒരു മോഡലാണത്. അമേരിക്കക്കാർ അമേരിക്കയിലേക്ക് കൊണ്ടുവന്നു. അത് പിന്നെ പല ഭാഗങ്ങളിലും ഫേമസ് ആയി കാണും. അപ്പോൾ ഒരു കൊളോണിയൽ മാതൃകയിലുള്ളൊരു വീട് അതാണത് കേട്ടോ. ആ വീട്ടിൽ എന്താണ് വൈറ്റ് കൊളോണിയൽ ഹോം ഓൺ എ സ്ട്രീറ്റ് ദാറ്റ് വാസ് ക്വയറ്റ്. വളരെ നിശബ്ദമായ ഒരു സ്ട്രീറ്റിലായിരുന്നു ഞങ്ങൾ താമസിച്ചിരുന്നത്. അതായത് നമുക്ക് ഇതിനൊക്കെ മനസ്സിലാക്കാം, ഷഹീൻ മിസ്ട്രി വളരെ അഫ്ലുവൻ്റ് ആയ ഒരു ലൈഫ്, വളരെ റിച്ചായ ലൈഫായിരുന്നു ലീഡ് ചെയ്തിരുന്നത്. ഈ ഒരു ഇത്രയും സുഖസുന്ദരമായ ഒരു ജീവിതത്തിലെ പല സുഖങ്ങളും ത്യജിച്ചുകൊണ്ടാണ് ഇവർ സാധാരണക്കാരായ ചെറിയ കുട്ടികളെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയത്. അതും ഒരു പണം, ഒരു ലക്ഷ്യം നിർത്തിക്കൊണ്ടല്ല, കാരണം പണം അതിലൂടെ വല്ലതും ഉണ്ടാക്കാൻ കഴിയില്ല. ഓക്കെ, എന്നിട്ട് അവർ ഇറങ്ങിയതാണ് സോഷ്യൽ സർവീസ് മാത്രം മാനിച്ചുകൊണ്ടാണ് കേട്ടോ, അത് ചിന്തിച്ചുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്വയറ്റായൊരു സ്ട്രീറ്റാണ്, വൈറ്റ് കൊളോണിയൽ ഹോമിലാണ് ഞാൻ താമസിച്ചിരുന്നത് ജക്കാർത്തയിൽ. ഇറ്റ് വാസ് എ പ്ലസൻറ്റ്, ഓൾമോസ്റ്റ് പെർഫെക്റ്റ് ലൈഫ്. അത് വളരെ പ്ലസൻ്റായ പെർഫെക്റ്റ് ആയ ഒരു ജീവിതമായിരുന്നു എനിക്കുണ്ടായിരുന്നത്. അൺടിൽ ദ ഡേ ഐ വാസ് ടേക്കൺ ടു വിസിറ്റ് ആൻ ഓർഫനേജ് ഇൻ ദ സിറ്റി. സിറ്റിയിലെ ഒരു ഓർഫനേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? അനാഥാലയത്തിലേക്ക് ഞാൻ പോയി. അതുവരെ എനിക്ക് ഈ പാവപ്പെട്ടരെ കുറിച്ച് വലിയ ചിന്തയൊന്നും ഉണ്ടായിരുന്നില്ല. എന്നാൽ ഓർഫനേജിൽ പോയി വന്ന ശേഷം ഞാൻ ആകെ മാറിപ്പോയി. ഐ ഡു നോട്ട് റിമെമ്പർ ഹൗ ദ ഓർഫനേജ് ലുക്ഡ്. ആ ഓർഫനേജിൻ്റെ എങ്ങനെയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവിടുത്തെ സ്ഥിതിവിശേഷങ്ങളൊക്കെ വല്ലാതെ ഓർക്കുന്നില്ല. ഐ ഡു നോട്ട് റിമെമ്പർ, ബട്ട് ഐ വിവിഡ്ലി റിമെമ്പർ ദ ചിൽഡ്രൻ. പക്ഷെ അവിടുത്തെ കുട്ടികളെ ഞാൻ ഓർക്കുന്നുണ്ട്. അവിടുത്തെ രൂപം, ആ പിന്നെ അവിടുത്തെ ഒരു എന്താ പറയുക ഫിസിക്കൽ സ്ട്രക്ചറൊന്നും എനിക്ക് അത്ര ഓർക്കുന്നില്ലെങ്കിലും അവിടെ ഉണ്ടായിരുന്ന ഓർഫനേജിൽ, അനാഥാലയത്തിൽ ഉണ്ടായിരുന്ന കുട്ടികളെ ഞാൻ നന്നായിട്ട് ഓർക്കുന്നുണ്ട്. ഐ സോ ക്രൈയിങ് ചിൽഡ്രൻ, ലാഫിങ് ചിൽഡ്രൻ, ക്വയറ്റ് ചിൽഡ്രൻ, സ്ക്രീമിങ് ചിൽഡ്രൻ. പലതരത്തിലുള്ള കുട്ടികളെ കണ്ടു. ക്രൈയിങ് ചിൽഡ്രൻ, കരഞ്ഞുകൊണ്ടിരിക്കുന്ന കുട്ടികളെ കണ്ടു. ലാഫിങ് ചിൽഡ്രൻ, പൊട്ടിച്ചിരിക്കുന്ന കുട്ടികളെ കണ്ടു. ക്വയറ്റ് ചിൽഡ്രൻ, അപ്പോൾ നിശബ്ദരായിട്ട് മിണ്ടാതിരിക്കുന്ന കുട്ടികളെ കണ്ടു. സ്ക്രീമിങ്, അലറി വിളിക്കുന്ന കുട്ടികളെയും കണ്ടു. ആൻഡ് റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. ആൻഡ് ഐ റിമെമ്പർ നോട്ട് നോയിങ് വാട്ട് ടു ഡു. എനിക്കെന്ത് ചെയ്യണമെന്ന് അറിയുമായിരുന്നില്ല. ഐ റിട്ടേൺഡ് ടു ദ ഓർഫനേജ് എവറി വീക്കെൻഡ്. അങ്ങനെ ഓരോ വീക്കെൻഡിലും, വീക്കെൻഡ് എന്ന് പറഞ്ഞാൽ സാറ്റർഡേയും സൺഡേയുമാണ് കേട്ടോ. വീക്ക് ഡേയ്സ് എന്ന് പറഞ്ഞാൽ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പോൾ മൺഡേ ടു ഫ്രൈഡേ ആണ് വീക്ക് ഡേയ്സ് എന്ന് പറയുന്നത്. വീക്ക് എൻഡ്, വീക്കിൻ്റെ അവസാനമാണല്ലോ വീക്കെൻഡ്, സാറ്റർഡേയും സൺഡേ. അപ്പോൾ വീക്കെൻഡിൽ ഞാൻ എന്ത് ചെയ്യും? ഇപ്പോൾ സ്കൂളൊന്നും വിളിക്കുന്നുണ്ടാവില്ല. ആ സമയത്ത് അവർ അങ്ങോട്ട് പോകും.
ഷഹീൻ മിസ്റ്റർ അങ്ങോട്ട് പോകും. ഐ റിട്ടേൺ ടു ദ ഓർഫനേജ് എവറി വീക്കെൻഡ്. പെർഹാപ്സ് ഇറ്റ് വാസ് മിയർലി ക്യൂരിയോസിറ്റി. ഒരു പക്ഷേ വെറും ക്യൂരിയോസിറ്റി, ഒരു ആകാംക്ഷ, അതിന് പുറത്തായിരിക്കും ഞാൻ ഒന്ന് പോയിരുന്നത്. ഓർ അല്ലെങ്കിൽ എ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ് ഫോർ ഓൾ ദാറ്റ് ഐ ഹാഡ്. ഓർ മേ ബി എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ ടു ലേൺ മോർ അബൌട്ട് ദ വേൾഡ്. അപ്പോൾ ഞാൻ ഓരോ വീക്കെൻഡിലും ഓർഫനേജിൽ പോയിരുന്നു. അപ്പോൾ എന്തായിരുന്നു എൻ്റെ ലക്ഷ്യം? ആ ഓർഫനേജിൽ പോകാനുള്ള കാരണം ഒന്നുകിൽ ക്യൂരിയോസിറ്റി, അതായിരിക്കാം ആകാംക്ഷ, അതല്ലെങ്കിൽ ഓർ എ സെൻസ് ഓഫ് താങ്ക്ഫുൾനെസ്, അത് ദൈവത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കൽ ഫോർ ഓൾ ദാറ്റ് ഐ ഹാഡ്. കാരണം ഈ കുട്ടികൾക്കൊന്നുമില്ല, അവർക്ക് പാരൻസ് ഇല്ല, മാത്രമല്ല അവർക്ക് പണമില്ല, അവർക്ക് നല്ല സ്കൂളിങ് കിട്ടുന്നില്ല. ഇതെല്ലാം എനിക്കുണ്ട്, നല്ല റിച്ചായ ലൈഫാണ്. അപ്പോൾ അത് ദൈവത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള ആ ഒരു അർത്ഥത്തിലായിരിക്കാം. ദൈവത്തിലുള്ള നന്ദി പ്രകാശിപ്പിക്കുക എന്നുള്ള അർത്ഥത്തിലായിരിക്കാം. ഓർ അതല്ലെങ്കിൽ മേ ബി എവറി ചൈൽഡ്സ് റിയൽ ഡിസയർ ടു ലേൺ മോർ അബൌട്ട് ദ വേൾഡ്. അതല്ലെങ്കിൽ ഏതൊരു കുട്ടിക്കും ലോകത്തെ പറ്റി കൂടുതൽ അറിയാൻ ആഗ്രഹമുണ്ടാവും. അതുപോലെ ഒരു വൈവിധ്യമാർന്ന, എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു പുതുമയാർന്ന ലോകമാണല്ലോ ഇപ്പോൾ അത്. കാരണം ഇത്തരം കുട്ടികളുടെ അവസ്ഥ കാണുമ്പോൾ അത്ഭുതപ്പെടുന്നുണ്ടാവും. ഷഹീൻ മിസ്ട്രി ഇങ്ങനെയുള്ള ജീവിതമല്ല അവർ നയിച്ചിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടൊക്കെയായിരിക്കും. ഇനി ഇവരെക്കുറിച്ച് പറയുന്നുണ്ട് കേട്ടോ. മൈ ഫാദർ വാസ് എ ബാങ്കർ, ബാങ്കിലായിരുന്നു ജോലി. ഹു ഹാഡ് ടു മൂവ് സിറ്റീസ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ജോലിയുടെ ഭാഗമായിക്കൊണ്ട് സ്ഥലം മാറാറുണ്ട്. Growing up was a whirlwind of 10 schools across 5 countries that spanned the French, British, American and international school systems. അപ്പോൾ വളർന്നു വരുന്ന എൻ്റെ ഒരു ജീവിതം എങ്ങനെയായിരുന്നു? ഗ്രോയിങ് അപ്പ് വാസ് എ വേൾഡ് വിൻഡ് ഓഫ് 10 schools. ഒരു വേൾഡ് വിൻഡ്, ഒരു ചുഴലിക്കാറ്റ് പോലെ പല സ്കൂളുകൾ അതിങ്ങനെ അങ്ങോട്ട് നീങ്ങുന്ന പോലെ 10 സ്കൂളുകളിൽ അക്രോസ് 5 countries, 5 രാജ്യങ്ങളിലായിട്ട് ഞാൻ പഠിച്ചത്. അത് 10 സ്കൂളുകളായിട്ട് മാറി. ദാറ്റ് സ്പാൻഡ്, ഏതെല്ലാം സ്കൂൾ സിസ്റ്റമാണ്, ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റം ഞാൻ പഠിച്ചത്? ഷെയ്ൻ മിസ്ട്രി പറയാണ്, ഫ്രഞ്ച് പഠിച്ചിട്ടുണ്ട്, സ്കൂൾ സിസ്റ്റം കരിക്കുലാണ്. പിന്നെ ബ്രിട്ടീഷ്, അമേരിക്കൻ, അങ്ങനെ ഇൻ്റർനാഷണൽ സ്കൂൾ സിസ്റ്റം, അങ്ങനെ പലതും ഇവർ പഠിക്കുന്നുണ്ട്. അപ്പം 10 സ്കൂളുകൾ 5 രാജ്യങ്ങളിലായിട്ട് 10 വ്യത്യസ്തമായ സ്കൂളുകളാണ് ഇവർ പഠിച്ചത്. ഐ ബിഗാൻ to understand that life wasn't perfect during my summer vacations. സമ്മർ വെക്കേഷനിൽ, ബാക്കിയുള്ള സമയത്തല്ല, സമ്മർ വെക്കേഷനിൽ എൻ്റെ ലൈഫ് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. എന്തുകൊണ്ടാണ് നമുക്ക് നോക്കാം. ഐ ബിഗാൻ ടു അണ്ടർസ്റ്റാൻഡ് ദാറ്റ് ലൈഫ് വാസൻറ്റ് പെർഫെക്റ്റ് ഡ്യൂറിങ് മൈ സമ്മർ വെക്കേഷൻസ്. എൻ്റെ സമ്മർ വെക്കേഷൻസിൽ ലൈഫ് അത്ര പെർഫെക്റ്റ് ആയിരുന്നില്ല. എന്താ കാരണം? മൈ സമ്മേഴ്സ് were spent between the orphanage in Jakarta and trips back to Mumbai where I volunteered at the Happy Home and School for the Blind. അപ്പോൾ എൻ്റെ സമ്മർ വെക്കേഷൻ ഞാൻ ചെലവഴിച്ചത് ജക്കാർത്ത, നേരത്തെ പറഞ്ഞല്ലോ ഇന്തോനേഷ്യയിലെ ക്യാപിറ്റലായിട്ടുള്ള ജക്കാർത്തയിലെ ഓർഫനേജിലും, അതുപോലെ തന്നെ ആൻഡ് ട്രിപ്സ് ബാക്ക് ടു മുംബൈ. വെക്കേഷൻ സമയത്ത് ഞങ്ങൾ എന്ത് ചെയ്യും? മുംബൈയിലേക്ക് വരും. വേറെ വോളണ്ടിയറായിട്ട്, അതായത് പണത്തിന് വേണ്ടിയിട്ടല്ല, സ്വമനസാലെ എന്താണ് ടീച്ചറായിട്ട് ഇറങ്ങും. അറ്റ് ദ ഹാപ്പി ഹോം ആൻഡ് സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ്. സ്കൂൾ ഫോർ ദ ബ്ലൈൻഡ് എന്ന് പേര് വെക്കുമ്പോൾ തന്നെ അറിയാം നമുക്ക് എന്താണ്, അന്ധരായ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളാണെന്ന്. അതുപോലെ ഹാപ്പി ഹോം, അത്തരത്തിലുള്ള എന്തെങ്കിലും ഫിസിക്കലി ഓർ മെൻ്റലി ചാലഞ്ചറായ കുട്ടികൾക്ക് വേണ്ടിയിട്ടായിരിക്കാം. ഇത്തരത്തിലുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള സ്കൂളിൽ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. അതായത് നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്ക് നിങ്ങൾ നോക്കുവാൻ ശ്രമിക്കുമ്പോൾ, അറിയാൻ ശ്രമിക്കുമ്പോൾ അതിൻ്റെ ഭംഗി വേറെ തന്നെയാണ്. ഐ റിമെമ്പർ തിങ്കിങ് ഓഫ് ദ ബ്യൂട്ടി യു ക്യാൻ ക്രിയേറ്റ് വെൻ യു ലുക്ക് ബിയോണ്ട് വാട്ട് യു ക്യാൻ സീ. നിങ്ങൾക്ക് കാണാൻ കഴിയുന്നതിനപ്പുറത്തേക്കുള്ള ഭംഗി നിങ്ങൾ ആസ്വദിക്കാൻ തുടങ്ങുമ്പോൾ, നിങ്ങൾ കാണാൻ തുടങ്ങുമ്പോൾ, തിങ്സ് ബിക്കം മോർ ബ്യൂട്ടിഫുൾ. The school buzzed with confident children running up and down the staircases or playing cricket on the terrace with a ball that jingled. അപ്പോൾ അന്ധരായ കുട്ടികളൊക്കെ പഠിപ്പിക്കാൻ പോകുമ്പോൾ അവിടെ കാണുന്ന കാഴ്ച എന്താണ്? സ്കൂൾ ബസ്ഡ്, സ്കൂളിൻ്റെ ശബ്ദം, കുട്ടികളുടെ ശബ്ദമാണ് ഇവിടെ ബസ്. ഇപ്പം തേനീച്ച വരുമ്പോഴുള്ള ശബ്ദമാണ് ബസ് എന്ന് പറയാം. ഇവിടെ ബസ്ഡ് എന്ന് പറഞ്ഞത് ആ കുട്ടികളുടെ ശബ്ദകോലാഹലമാണ്. വിത്ത് കോൺഫിഡൻറ്റ് ചിൽഡ്രൻ, വളരെ കോൺഫിഡൻ്റ് ആയ കുട്ടികൾ അങ്ങനെ ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. റണ്ണിങ് അപ്പ് ആൻഡ് ഡൗൺ, അങ്ങോട്ടും ഇങ്ങോട്ട് ഓടും. ദ സ്റ്റെയർ കേസ് അറിയാലോ നിങ്ങൾക്ക്, സ്കൂളിൽ സ്റ്റെയർ കേസ് കണ്ട് കുട്ടികൾ അതിലൂടെ ഓടി കളിക്കും. ഓർ പ്ലേയിങ് ക്രിക്കറ്റ് ഓൺ ദ ടെറസ് വിത്ത് എ ബോൾ ദാറ്റ് ജിങ്കിൾഡ്. എ ബോൾ ദാറ്റ് ജിങ്കിൾഡ് എന്ന് പറഞ്ഞാൽ ശബ്ദം ഉണ്ടാക്കുന്ന ബോളാണ്. ഇപ്പോൾ അന്ധരായ ആൾക്കാരെ ക്രിക്കറ്റ് കണ്ടിട്ടുണ്ടോ നിങ്ങൾ? അവർക്ക് കാണാൻ കഴിയില്ലല്ലോ. അപ്പോൾ ഈ ബോളിനുള്ളിൽ ജിങ്കിൾ ചെയ്യും, എന്താണ്, ഒരു കിലുക്ക് പോലെ ഒരു ബോളാണ്. അതിങ്ങനെ ഉരുണ്ട് വരുമ്പോൾ അവർക്ക് അറിയാം ബോൾ വരുന്നിട്ടാണ് അടിക്കുക ആ ശബ്ദത്തിലൂടെ. അപ്പോൾ ഈ ഒരു ബോൾ വെച്ചിട്ട് കുട്ടികൾ കളിക്കാറൊക്കെ ഉണ്ട്. ഇറ്റ് വാസ് ത്രൂ ദീസ് സം എക്സ്പീരിയൻസസ് ഇൻ ഇന്ത്യ that I began to see inequity
എൻ്റെ ഈ സമ്മർ എക്സ്പീരിയൻസ് ഇത്തരം സ്കൂളുകളിലും ഇത്തരം കുട്ടികളൊക്കെ ആയിട്ടുള്ള ഇടപെടലിലൊക്കെ എന്താണ് സമ്മർ വെക്കേഷൻ ഉണ്ടാവാറ്. സമ്മർ വെക്കേഷൻ ചിലപ്പോൾ ഇന്ത്യയിലേക്ക് പോകാറുണ്ട്. അപ്പോഴാണ് ഞാൻ ഇനിക്വിറ്റിയെ കുറിച്ച് കൂടുതൽ മനസ്സിലാക്കിയത്. അൺഫെയർ സർക്യൂംസ്റ്റൻസ്, അതാണ് ഇനിക്വിറ്റി. അൺഫെയർ സർക്യൂംസ്റ്റൻസ് അതായത് ഈക്വാലിറ്റി ഇല്ലാത്ത അവസ്ഥ. അതാണ് ഇനിക്വിറ്റി. I'd go from a family lunch to the dining hall at the blind school. I'd watch through the window of my air-conditioned car as children would beg in the streets. എന്താണ് ഇവിടുത്തെ ഇനിക്വിറ്റി കൊണ്ട് ഉദ്ദേശിച്ചത്? ഒരു അൺഫെയർ സർക്യൂംസ്റ്റൻസ്. കാരണം ഇവർ വളരെ ഇന്ത്യക്കാരിയാണ്, പക്ഷെ അതേ സമയത്ത് ഇവൾ നല്ല ജീവിതം നയിക്കുന്ന ഇന്ത്യക്കാരി. അതേ സമയത്ത് എന്താണ് വളരെ മോശം ജീവിതാനുഭവമുള്ള ഇന്ത്യക്കാരും ഉണ്ട്. സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടും വളരെ പിന്നാക്കമുള്ള ആൾക്കാരും ഉണ്ട് അല്ലേ. അപ്പോൾ അതാണ് പറഞ്ഞത്. ഐ വുഡ് ഗോ ഫ്രം എ ഫാമിലി ലഞ്ച് ടു ദ ഡൈനിങ് ഹോൾ അറ്റ് ദ ബ്ലൈൻഡ് സ്കൂൾ. അപ്പോൾ ഞാൻ എന്ത് ചെയ്യും, നമ്മുടെ വളരെ അഫ്ലുവൻ്റായ ഇവരുടെ ഫാമിലിയിൽ നിന്നുള്ള ലഞ്ചൊക്കെ കഴിച്ച് നേരെ എന്താണ് ബ്ലൈൻഡ് സ്കൂളിലേക്കുള്ള ഡൈനിങ് ഹാളിലേക്കാണ് പോകുന്നത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് കാണാൻ പറ്റും എന്നാണ്. ആ വ്യത്യാസം ഫാമിലി വെച്ച് കഴിക്കുമ്പോൾ ഉള്ള ആ ഒരു മീൽസ് അല്ലല്ലോ ഈ കുട്ടികൾക്ക് ഇവിടെ കിട്ടുന്നത്, ബ്ലൈൻഡ് സ്കൂളും മറ്റും കിട്ടുന്നത്. ഐഡ് വാച്ച് ത്രൂ ദ വിൻഡോ ഓഫ് മൈ എയർ കണ്ടീഷൻഡ് കാർ. കണ്ടോ, എയർ കണ്ടീഷൻഡ് കാർ, AC വെച്ച കാറിൻ്റെ വിൻഡോയിലൂടെ ഞാൻ അങ്ങനെ കാണും. എന്തൊക്കെ കാണും? ആസ് ചിൽഡ്രൻ വുഡ് ബാഗ് ഇൻ ദ സ്ട്രീറ്റ്സ്. എന്ത് ചെയ്യും? ചിൽഡ്രൻ വുഡ് ബാഗ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങനെ അവരെന്താണ് പൈസയും മറ്റും ഇങ്ങനെ ചോദിക്കും. അതായത് അവർ യാചിച്ച് നടക്കുന്നുണ്ടാവും. അപ്പോൾ ഇവളെപ്പോലുള്ള കുട്ടികളാണ് അവിടെ യാചിച്ച് നടക്കുന്നത്. ഇവിടെ കാറിൽ AC ഇട്ട കാറിൻ്റെ വിൻഡോയിലൂടെ നോക്കുമ്പോൾ ഈ കുട്ടികളിങ്ങനെ യാചിച്ച് നടക്കുന്നത് ഇവൾക്ക് കാണാം. അതാണ് ഇനിക്വിറ്റി. I would see piles of wasted food at a friend's party, and when I left, I would notice a woman sitting on the side of the road, portioning out all too meager amount of dal and rice for her family. ഈ ഇനിക്വിറ്റിയെക്കുറിച്ചാണ് വീണ്ടും പറയുന്നത്. ഈ ഒരു ഇനീക്വാലിറ്റി എന്നൊക്കെ നമുക്ക് പറയാൻ പറ്റും. അതൊരു ഈക്വാലിറ്റി ഇല്ലാത്ത അവസ്ഥ. എന്താണ്, ഞാനൊരു ഫ്രണ്ടിൻ്റെ ഒക്കെ ഇപ്പോൾ ഒരു പാർട്ടി വീട്ടിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ പാർട്ടി ഉണ്ടാവും. അപ്പോൾ അവിടെ എന്താണ് വേസ്റ്റഡ് ഫുഡ് കാണാം, ഭക്ഷണം വേസ്റ്റ് കൂട്ടിയിട്ടിരിക്കുന്നത് കാണാം. അതേ സമയത്ത് തന്നെ ഞാൻ എന്തും കാണും, ഐ വുഡ് നോട്ടീസ് എ വുമൺ സിറ്റിംഗ് ഓൺ ദ സൈഡ് ഓഫ് ദ റോഡിൻ്റെ ഒരു വശത്ത് ഇരുന്നു കൊണ്ട് പോർഷനിങ്, ഡിവൈഡിങ്, ഭാഗിക്കുന്നുണ്ടാവും, ഔട്ട് ഓൾ ടു മീഗർ എമൗണ്ട് ഓഫ് ദാൽ ആൻഡ് റൈസ്. ദാല് പരിപ്പാണ്, അതുപോലെ തന്നെ അരിയും പരിപ്പും. അവർക്ക് അതന്നെ ഒരു നല്ല ഭക്ഷണമാണ്, വലിയ എന്താ പറയുക, ഒരു സുഭിക്ഷമായ ഭക്ഷണമാണ്. അത് മീഗറാണ്, വളരെ കുറച്ചേ ഉണ്ടാവുള്ളൂ. അപ്പോൾ തുച്ഛമായി കിട്ടുന്ന ഈ അരിയും പരിപ്പും വേവിച്ച ഈ ഭക്ഷണം എന്താണ് ഇവർ പോർഷൻ ചെയ്യുന്നുണ്ടാവും, ഡിവൈഡ് ചെയ്യുന്നുണ്ടാവും ഫാമിലി മെമ്പേഴ്സിന് വേണ്ടിയിട്ട്. റോഡരികിൽ ഇരുന്നു കൊണ്ട് ഭക്ഷണത്തിന് വിലയേറുന്ന ഒരു വിഭാഗം. അതേ സമയത്ത് തന്നെ ഷഹീൻ മിസ്ട്രി ഒരു പാർട്ടിക്ക് ഇവിടെ ഫ്രണ്ടിൻ്റെ വീട്ടിലൊക്കെ പോകുമ്പോൾ എന്താണ് അവിടെ നല്ല സുഭിക്ഷമായ വരെ ഡിലീഷ്യസ് ആയിട്ടുള്ള നല്ല ഭക്ഷണങ്ങളോ ഇത് വേസ്റ്റായി കിടക്കുന്നതും കാണാൻ പറ്റും. അപ്പോൾ ലോകത്തിൻ്റെ രണ്ട് മുഖങ്ങളാണ്, അല്ലെങ്കിൽ ഇന്ത്യയുടെ രണ്ട് മുഖങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇതാണ് ഇനിക്വിറ്റി എന്നുകൊണ്ട് ഉദ്ദേശിച്ചത്. I started to see the slums of Mumbai as the fabric of the city. Suddenly they appear to be everywhere. Fabric എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ട്രക്ചർ, സ്ലംസ് എന്ന് പറഞ്ഞാൽ ചേരികൾ. അപ്പോൾ ചേരികൾ മുംബൈയുടെ ഒരു ഫേബ്രിക് സ്ട്രക്ചറായിട്ട് ഞാൻ കണ്ടു. പിന്നെ അത് എല്ലായിടത്തുള്ള പോലെ എനിക്ക് ബോധ്യമായി. അപ്പോൾ മുംബൈ നമുക്കറിയാം ചേരികൾ ഒരുപാടുണ്ട്. I began to notice the disparities that existed in different people's lives. ഡിസ്പാരിറ്റി എന്ന് പറഞ്ഞാൽ ഡിഫറൻസ്. അപ്പോൾ വ്യത്യസ്തരായ ആൾക്കാരുടെ ജീവിതത്തിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ആ ഒരു ജീവിത സാഹചര്യമാണ് ഉള്ളത്. ആ ഒരു വ്യത്യസ്തത, ആ ഡിസ്പാരിറ്റി, ഡിഫറൻസ് എനിക്ക് ബോധ്യമായി, ഞാൻ മനസ്സിലാക്കി. അപ്പോൾ ഇന്ത്യയിലെ ചേരികളിലേക്കും ഇത്തരം നേരത്തെ നമ്മൾ കണ്ടല്ലോ ഓർഫനേജിലൊക്കെ പോയി എന്ന് ജക്കാർത്തയിൽ. അപ്പോൾ അതിനൊക്കെ ശേഷമാണ് ഷഹീൻ മിസ്ട്രിക്ക് മനസ്സിലായത് തൻ്റെ ജീവിതം പോലെയല്ല മറ്റുള്ളവരുടേത്. അപ്പോൾ താൻ വളരെ അഫ്ലുവൻ്റ് ആയിട്ടുള്ള ഒരു ജീവിതമാണ് ലീഡ് ചെയ്യുന്നത്, പക്ഷേ മറ്റുള്ള ആൾക്കാരുടെയൊക്കെ ജീവിതം വളരെ ദുഃഖപൂർണ്ണമാണ്, ദുസ്സഹമാണ് എന്നുള്ള കാര്യം ഇവർ മനസ്സിലാക്കി. ആ ഒരു വൈരുദ്ധ്യം പിന്നെയാണ് ഇവർ മനസ്സിലാക്കിയത്. ഇറ്റ് വാസ് ദ സമ്മർ ഓഫ് 1989, 1989 കാലഘട്ടത്തിലെ സമ്മർ. ആസ് ഓൾവേസ് ഐ വാസ് ഓൺ മൈ വെക്കേഷൻ ഇൻ ഇന്ത്യ. അപ്പോൾ സാധാരണ സമ്മർ വെക്കേഷൻ ഞാൻ ഇന്ത്യയിലായിരിക്കും, അതുപോലെ ഞാൻ എന്താണ് ആ സമയത്തും ഇന്ത്യയിലായിരുന്നു.
ഓൺ ദ ബ്ലിസ്റ്ററിങ് മുംബൈ ഡേ. ബ്ലിസ്റ്ററിങ് എന്ന് പറഞ്ഞാൽ വെരി ഹോട്ട് അല്ലെങ്കിൽ സൾട്രി, വളരെ ചൂടേറിയ മുംബൈയിലെ ഒരു സമ്മർ ഡേ. മൈ ടാക്സി സ്റ്റോപ്ഡ് അറ്റ് എ ട്രാഫിക് സിഗ്നൽ. ട്രാഫിക് സിഗ്നലിൽ എൻ്റെ ടാക്സി നിർത്തി. 3 children ran up to my window. എൻ്റെ ടാക്സി കാറിൻ്റെ വിൻഡോയിലേക്ക് 3 കുട്ടികൾ ഓടി വന്നു. സ്മൈലിംഗ് ആൻഡ് ബെഗിങ്, അവർ പുഞ്ചിരിക്കുന്നുണ്ടായിരുന്നു, അതുപോലെ യാചിക്കുന്നുണ്ടായിരുന്നു. ആൻഡ് അറ്റ് ദാറ്റ് മൊമെന്റ്, ആ സമയത്ത്, ഐ ഹാഡ് എ ഫ്ലാഷ് ഓഫ് ഇൻട്രോസ്പെക്ഷൻ. ഫ്ലാഷ് ഒരു പെട്ടെന്നുള്ള ചിന്തയാണ്, തോട്ട്. ഇൻട്രോസ്പെക്ഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മളെ കുറിച്ച് തന്നെയുള്ള ഒരു പരിശോധന, ഒരു ആത്മപരിശോധന, ആത്മബോധം ഒക്കെ വേണമെങ്കിൽ പറയാം. അതാണ്. അപ്പോൾ ഇവരെ തന്നെ കുറിച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചിന്തിച്ചു. Nothing too unusual had happened, but as I looked at them, I suddenly knew that my life would have more meaning if I stayed in India. അപ്പോൾ ഇന്ത്യയിലെ ഒരു നഗരത്തിൽ സാധാരണ സംഭവിക്കുന്ന കാര്യമാണ്. ഒരു ടാക്സി ഡ്രൈവർ ടാക്സി അവിടെ നിർത്തുമ്പോഴെന്താണ്, അല്ലെങ്കിൽ ഇങ്ങനെ സിഗ്നൽ ഒക്കെ നിർത്തുമ്പോൾ, സിഗ്നലിൽ നിർത്തുന്ന സമയത്ത് കുട്ടികൾ ഓടി വരും, അവർ ബെഗ് ചെയ്യും. അത് സാധാരണ കാര്യം തന്നെ. അതാണ് പറഞ്ഞത്, നത്തിങ് ടു അൺയൂഷ്വൽ ഹാഡ് ഹാപ്പൻഡ്. അസാധാരണമായിട്ടൊന്നും സംഭവിച്ചിട്ടില്ല. പക്ഷേ ബട്ട് ആസ് ഐ ലുക്ക്ഡ് അറ്റ് ദം, ആ കുട്ടികളെ ഞാൻ കണ്ടപ്പോൾ, ഐ സഡൻലി ന്യൂ ദാറ്റ് മൈ ലൈഫ് വുഡ് ഹാവ് മോർ മീനിങ് ഇഫ് ഐ സ്റ്റേഡ് ഇൻ ഇന്ത്യ. ഞാൻ ഇന്ത്യയിൽ താമസിക്കുകയാണെങ്കിൽ എൻ്റെ ജീവിതത്തിന് കൂടുതൽ അർത്ഥമുണ്ടാകും, എനിക്ക് കുറേ കാര്യങ്ങൾ ഇവിടെ ചെയ്യാനുണ്ട് എന്ന് ഷഹീൻ മിസ്ട്രി മനസ്സിലാക്കി. ഇൻ ദ ഡേയ്സ് ദാറ്റ് ഫോളോഡ്, ഐ കെപ്റ്റ് തിങ്കിങ് അബൌട്ട് ദോസ് കിഡ്സ് ആൻഡ് ദാറ്റ് മൊമെൻറ്റ്. അപ്പോൾ ഇന്ത്യയിൽ ഞാൻ ബാക്കി ദിവസങ്ങളിൽ ഞാനവിടെ താമസിച്ച സമയത്ത് എൻ്റെ അരികെ വന്ന് ആ ചൂടുള്ള നഗരത്തിൽ, അപ്പോൾ ഞാൻ എ സിയിലൊക്കെ ആയിരിക്കും ഇരിക്കുന്നത്, പക്ഷേ ആ എൻ്റെ അടുത്തേക്ക് വന്ന ഈ കുട്ടികളുടെ മുഖം ഞാൻ ഓർത്തു, അവരെക്കുറിച്ച് ഞാൻ ഓർത്തു, ആ ഒരു മൊമെൻറ്റിനെ കുറിച്ച് ഞാൻ ഓർത്തു. ഇന്ത്യ വാസ് ആൻസറിങ് ദ സെർച്ച് ഫോർ പർപ്പസ് ദാറ്റ് ഐ ഹാഡ് ഫെൽറ്റ് എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്. എന്താണ്? ഇന്ത്യ വാസ് ആൻസറിങ് ദ സെർച്ച് ഫോർ പർപ്പസ് ദാറ്റ് ഐ ഹാഡ് ഫെൽറ്റ് എവർ സിൻസ് ഐ വാസ് എ ചൈൽഡ്. ഞാൻ ചൈൽഡ് ആയിരിക്കുന്ന സമയത്ത് തന്നെ ജീവിതത്തിനൊരു പേർപ്പസ്, ഒരു ലക്ഷ്യം വേണം എന്നെനിക്ക് ബോധ്യമുണ്ടായിരുന്നു. അതിൻ്റെ ഒരു സെർച്ചിലായിരുന്നു ഞാൻ. വളരെ ചെറുപ്പത്തിലുണ്ടായിരുന്നു, എന്തെങ്കിലും ചെയ്യണം ആൾക്കാർക്ക് എന്നുള്ളൊരു ചിന്ത എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ചോദ്യത്തിനുള്ള ഒരു ആൻസർ ആയിരുന്നു ഇത്. അപ്പോൾ ഇന്ത്യ അതിന് മറുപടി കൊടുക്കുകയായിരുന്നു. ഇന്ത്യക്ക് അത്തരക്കാരായ ആൾക്കാരെ ഒരുപാട് ആവശ്യമുണ്ട്. ഐ വാസ് ബീങ് ചലഞ്ച്ഡ് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. എൻ്റെ ഐഡൻറ്റിറ്റി, എൻ്റെ വ്യക്തിത്വം, ഞാൻ എന്നെ തന്നെ തിരിച്ചറിയാനുള്ള ശ്രമത്തിലായിരുന്നു. ഐ വാസ് ബീങ് ചലഞ്ച്ഡ് ടു ഫൈൻഡ് മൈ ഐഡൻറ്റിറ്റി. ഐ വാണ്ടഡ് ടു ബി പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. അങ്ങനെ കുട്ടികൾക്ക് അവരുടെ ജീവിതം നന്നാക്കാനുള്ള പല സംഘടനകളുടെയും ഭാഗം ആകേണ്ടി വന്നല്ലോ ഇവൾക്ക്. അതാ പറഞ്ഞത്, ഐ വാണ്ടഡ് ടു ബി എ പാർട്ട് ഓഫ് മേക്കിംഗ് തിങ്സ് ബെറ്റർ ഫോർ ചിൽഡ്രൻ. കുട്ടികളുടെ ജീവിതം നന്നാക്കാനുള്ള പുതിയ സംരംഭങ്ങളുടെ ഭാഗമാവണം ഞാൻ എന്ന് ഞാൻ ആഗ്രഹിച്ചു. ഐ ന്യൂ ദെൻ ദാറ്റ് this could be my country and that whatever I did here could make more of a difference than in the manicured reality of my university life in the States. അപ്പോൾ ഇതെൻ്റെ രാജ്യമാണ്. വളർന്നതും പഠിച്ചതും പുറത്താണെങ്കിലും സ്കൂളിങ്ങൊക്കെ പുറത്താണെങ്കിലും ഇതെൻ്റെ രാജ്യമാണ്. So whatever I did here could make more of a difference than in the manicured reality of my university life in the States. അപ്പോൾ യുണൈറ്റഡ് സ്റ്റേറ്റ്സിലൊക്കെ ഉള്ള ജീവിതം എന്താണ്? ഒരു മാനിക്യൂർഡ് റിയാലിറ്റി, പോളിഷ്ഡ് എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ മാനിക്യൂർ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. മാനിക്യൂർഡ്, പോളിഷ്ഡ്. അപ്പോൾ യു എസിലൊക്കെ ഉള്ള ഒരു ലൈഫ്, പഠന ജീവിതം ആവട്ടെ, എന്താണ് അവിടെ അതൊരു മാനിക്യൂർഡ് ലൈഫാണ്. അതിൽ നിന്നും തികച്ചും വിഭിന്നമായിരിക്കുന്ന ഈ ഒരു ഇന്ത്യ, ഈ ഒരു സിറ്റുവേഷൻ എന്താണ്? ഇതെൻ്റെ ജീവിതം കൂടുതൽ മീനിങ് ഫുൾ ആക്കാൻ പറ്റും. ഇതാണ് അതൊരു ഡിഫറൻസ് ഉണ്ടാക്കാൻ പറ്റും എൻ്റെ ചിന്തകളിലും എൻ്റെ പ്രവൃത്തികളിലും ഇവരുടെ ജീവിതത്തിലും. ഈ കുട്ടികളുടെ ജീവിതത്തിലും ഞാൻ ഇവിടെ നിന്ന് പ്രയത്നിച്ചാൽ ഒരു വ്യത്യാസം ഉണ്ടാകുമെന്ന് ഞാൻ മനസ്സിലാക്കി. നെർവസ്ലി എ വീക്ക് ബിഫോർ ഐ വാസ് ടു റിട്ടേൺ ടു ബോസ്റ്റൺ, I telephoned my parents to try and explain the jumbled feelings that culminated in my strong desire to move back to Mumbai. അപ്പോൾ ഈ സമയം കൊണ്ട് ഷെയ്ൻ മിസ്ട്രി ഇപ്പോൾ സമ്മർ വെക്കേഷനാണ് ഇന്ത്യക്ക് വന്നത്. അപ്പോൾ ഇന്ത്യയിലെ ഈ ജനങ്ങളുടെ, പ്രത്യേകിച്ച് കുട്ടികളുടെ അവസ്ഥ കണ്ടപ്പോൾ തിരികെ പോകാൻ തോന്നിയില്ല. എനിക്ക് ഇവിടെ കൂടുതൽ സമയം ചെലവഴിക്കണം എന്നിവർക്ക് ആഗ്രഹിച്ചു. അപ്പോൾ അതൊരു മിക്സ്ഡ് ഫീലിംഗ് ആണല്ലോ ഇവർക്കുള്ളത്. ജംബിൾഡ് ഫീലിംഗ് എന്ന് പറഞ്ഞാൽ മിക്സ്ഡ് ഫീലിംഗ് ആണ്. അത് കൾമിനേറ്റ് ചെയ്തു, വളരെയധികം മൂർധന്യാവസ്ഥയിലെത്തി. അപ്പോൾ പാരൻസിനോട് ഈ കാര്യം അവതരിപ്പിക്കണമല്ലോ. അപ്പോൾ ബോസ്റ്റണിലാണ് ഇപ്പോൾ അവർ താമസിക്കുന്നത്, അങ്ങോട്ട് പോകാനുള്ള തയ്യാറെടുപ്പിലാണ്. പക്ഷേ അതിന് മുമ്പായിട്ട് ഞാൻ പാരൻസിനെ ടെലിഫോൺ വഴി വിളിച്ചിട്ട് ഞാൻ എൻ്റെ ഈ ഒരു പറഞ്ഞു, എനിക്ക് മനസ്സിങ്ങനെ ചാടിക്കൊണ്ടിരിക്കുന്നു, ഞാൻ അങ്ങോട്ട് പോകണോ, അത് ഇന്ത്യയിൽ സ്റ്റേ ചെയ്യണം, അങ്ങനെ ഒരു
ചഞ്ചലമായൊരു മനസ്സാണ്. അപ്പോൾ ഈ കാര്യം അവരോട് അറിയിക്കണം. ദേ ലിസൺഡ് കെയർഫുള്ളി, അവർ ശ്രദ്ധയോടെ കേട്ടുമല്ല. ബട്ട് അഡ്വൈസ്ഡ് മീ ആൻഡ് കോഷൻഡ് ദാറ്റ് ലിവിങ് ഇൻ മുംബൈ വുഡ് ബി വാസ്റ്റ്ലി ഡിഫറെൻറ്റ് ഫ്രം മൈ കറൻറ്റ് വെക്കേഷൻ. അപ്പോൾ നീ ഇപ്പോൾ വെക്കേഷന് 2 മാസം അല്ലെങ്കിൽ 1 മാസം 1.5 മാസമൊക്കെ ആയിട്ട് ഇവിടെ വന്നതാണ്. അതുപോലെ ആവില്ല മുംബൈയിൽ മാത്രം നീ ഇവിടെ ജീവിക്കുകയാണെങ്കിൽ. ഇപ്പം കാണുന്ന മാതിരിയല്ല, ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും എന്ന് പാരൻസിനെ കോച്ച് ചെയ്തു. കാരണം അവർ ഇന്ത്യൻസ് ആണ്, അവർക്കറിയാം നന്നായിട്ട് ഈ നഗരത്തെ. ബട്ട് വെൻ ഐ പെർസിസ്റ്റഡ്, ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ ദേ എഗ്രീഡ്, അവർ സമ്മതിച്ചു ഓൺ 2 കണ്ടീഷൻസ്. പക്ഷേ 2 കണ്ടീഷൻസ് മുന്നോട്ട് വെച്ചു. അതായത് ഷെയ്ൻ മിസ്ട്രിക്ക് ഇവിടെ ഇന്ത്യയിൽ നിൽക്കണമെന്നാണ് ആഗ്രഹം. അപ്പോൾ ഈ ഒരു സമയത്ത് ഞാൻ നിർബന്ധം പിടിച്ചപ്പോൾ അവർ സമ്മതിച്ചു. പക്ഷെ 2 കണ്ടീഷൻ മുന്നോട്ട് വെച്ചു. ഒന്നാമത്തെ കണ്ടീഷൻ ഇതാണ്, that I would get admission into a good undergraduate college in the city. അപ്പോൾ അണ്ടർഗ്രാജുവേറ്റ് കോളേജിൽ നല്ലൊരു അണ്ടർഗ്രാജുവേറ്റ് കോളേജ് സെലക്ട് ചെയ്യുക ഇന്ത്യയിൽ വെച്ചിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ആൻഡ് ലേറ്റർ, അതിനുശേഷം ഐ വുഡ് ട്രാവൽ അബ്രോഡ് ഫോർ മൈ ഗ്രാജുവേറ്റ് ഡിഗ്രി. ഇനി ഗ്രാജുവേഷന് വേണ്ടിയിട്ട് അബ്രോഡ് പോവുക, വിദേശത്ത് പോവുകയും ചെയ്യുക. അപ്പോൾ ഇന്ത്യയിൽ നിന്ന് അണ്ടർ ഗ്രാജുവേഷൻ ആവാം, ഇവിടുത്തെ ഏറ്റവും മികച്ച കോളേജിൽ നിന്ന് ആവണം, അതുപോലെ തന്നെ ഗ്രാജുവേഷന് പുറത്തേക്കും പോകണം എന്നുള്ളതായിരുന്നു പാരൻസ് വെച്ച ഡിമാൻഡ്. അപ്പോൾ ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് മനസ്സിലായി, ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കട്ടെ. എങ്ങനെയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. ഞാൻ പറഞ്ഞതുപോലെ തന്നെ പാർട്ട് 2 വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതുപോലെ തന്നെ കമൻറ്റ് സെക്ഷനിലും ഉണ്ട്. ഇതൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് +2 പ്ലേലിസ്റ്റ് സെക്ഷൻ പോയാൽ മതി, അവിടെയൊക്കെ എല്ലാ ലെസൺസും പഠിക്കാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്.